ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം സൂറത്തുൽ മുംതഹിനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 7 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 8-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ആരോടാണോ അകലം പാലിച്ച് ജീവിക്കേണ്ടത് അവർക്കുമിടയിൽ അള്ളാഹു മൈത്രി ബന്ധം സ്ഥാപിച്ചേക്കാം, സ്നേഹബന്ധം ഉണ്ടാക്കിയേക്കാം. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. ശേഷം അള്ളാഹു പറയുന്നു, ലാ യൻഹാക്കുമുല്ലാഹു അനിൽ ലസീന ലം യുഖാതിലൂക്കും ഫിദ്ദീൻ. ലാ യൻഹാക്കും, നഹ എന്ന് പറഞ്ഞാൽ വിലക്കി, വിരോധിച്ചു എന്നൊക്കെയാണ്. അത് മാദിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ് നെഹ എന്ന് പറയുമ്പോൾ. അതിൻ്റെ മുലാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്, വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ. അത് യൻഹ, തൻഹ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. യൻഹ എന്ന് പറയുമ്പോൾ അവൻ വിലക്കും, അവൻ വിലക്കുന്നു. ഈ യൻഹ എന്നുള്ളതിൻ്റെ കൂടെ ആരാണത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അവൻ എന്ന് ചേർത്ത് പറയണം. അവൻ വിലക്കും, അവൻ വിലക്കുന്നു. അതേസമയം ആരാണ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ അത് ആരാണെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് അവൻ എന്ന് പറയാതെ തന്നെ നമുക്ക് യൻഹ, വിലക്കും, വിലക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ആ യൻഹ എന്നുള്ളതിൻ്റെ മുമ്പിൽ ലാ എന്ന് വന്നിട്ടുണ്ട്. ഹർഫ് നഫിയാണ്, അതായത് വിരോധിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ അല്ല, ഇല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ലാ യൻഹ, വിരോധിക്കുന്നില്ല, വിലക്കുന്നില്ല. കും, നിങ്ങളെ വിലക്കുന്നില്ല, നിങ്ങളെ വിരോധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് വിരോധിക്കുന്നില്ല. ആര്? അള്ളാഹു. ലാ യൻഹാക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല. ഇവിടെ അള്ളാഹു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ലാ യൻഹാക്കും എന്ന് പറയുമ്പോൾ അവൻ നിങ്ങളെ വിലക്കുന്നില്ല, അവൻ നിങ്ങളോട് വിരോധിക്കുന്നില്ല എന്നാണ് പറയേണ്ടത്. പക്ഷേ അള്ളാഹു എന്ന് ആരാണത് അത് ചെയ്യുന്നത് എന്ന ആ ഒരു ഫാഇൽ കർത്താവ് പറയുന്നതോടുകൂടി പിന്നെ അവൻ എന്ന് പറയാൻ പറ്റില്ല. ലാ യൻഹാക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങളെ വിരോധിക്കുന്നില്ല, അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. എന്തിനെക്കുറിച്ച്? അനില്ലസീന ലം യുഖാതിലൂക്കും. ഖാത്തല എന്ന് പറഞ്ഞാൽ പോരാടി, യുദ്ധം ചെയ്തു എന്നൊക്കെയാണ്. അത് മാദിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. അതിൻ്റെ മുലാരി യുഖാതിലു, യുദ്ധം ചെയ്യും, യുദ്ധം ചെയ്യുന്നു, പോരാടും, പോരാടുന്നു. കുറേ പേരുണ്ടെങ്കിൽ യുഖാതിലൂന, അവർ പോരാടും, അവർ യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ അവർ പോരാടുന്നു, അവർ യുദ്ധം ചെയ്യുന്നു. അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ ലം യുഖാതിലൂന എന്നല്ല പറയാ, ലം യുഖാതിലൂ എന്നാ പറയാം. അവസാനത്തെ നൂന് പോവും. ലം യുഖാതിലൂ, യുദ്ധം ചെയ്തിട്ടില്ല, യുദ്ധം ചെയ്യുന്നില്ല എന്നല്ല, യുദ്ധം ചെയ്തിട്ടില്ല, പോരാടിയിട്ടില്ല. അല്ലസീന ലം യുഖാതിലൂ, യുദ്ധം ചെയ്തിട്ടില്ലാത്തവർ, പോരാടിയിട്ടില്ലാത്തവർ. കും, നിങ്ങളോട്. അപ്പോൾ അല്ലസീന ലം യുഖാതിലൂക്കും, നിങ്ങളോട് പോരാടിയിട്ടില്ലാത്തവർ, നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്തവർ. അതിൻ്റെ മുമ്പിൽ അൻ എന്നുണ്ട്. അൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. അതിനെക്കുറിച്ച്, അതിനെ സംബന്ധിച്ച്, അതിനെപ്പറ്റി, അങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട്. ഇവിടെ അതിനെപ്പറ്റി എന്നുള്ള അർത്ഥം കൊടുക്കാം. അനിൽ ലസീന ലം യുഖാതിലൂക്കും, നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്തവരെ പറ്റി, അല്ലെങ്കിൽ നിങ്ങളോട് പോരാടിയിട്ടില്ലാത്തവരെ പറ്റി. അപ്പോൾ അതുവരെയുള്ള ഭാഗത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ലാ യൻഹാക്കുമുല്ലാഹു അനിൽ ലസീന ലം യുഖാതിലൂക്കും, നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്തവരെ പറ്റി അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല, അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. ഫിദ്ദീനി, എന്തിൻ്റെ കാര്യത്തിൽ യുദ്ധം ചെയ്തിട്ടില്ലാത്തവരെ പറ്റി? ഫിദ്ദീനി, മതത്തിൻ്റെ കാര്യത്തിൽ. ഫി എന്ന് പറഞ്ഞാൽ ഇൽ, ദീൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ടർത്ഥങ്ങൾ നമുക്കറിയാം അല്ലേ. ദീൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മതം എന്നുള്ള അർത്ഥമുണ്ട്. നമ്മളുടെ ദീൻ ഏതാണെന്ന് ചോദിച്ചാൽ, മതം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയില്ലേ. പിന്നെ മാലിക് യൗമി ദീൻ, അവിടെ ദീനിൻ്റെ അർത്ഥം എന്താണ്? പ്രതിഫലം, അല്ലെങ്കിൽ പ്രതിഫല നടപടി. അപ്പോൾ ഇവിടെ അർത്ഥം മതം എന്നുള്ള അർത്ഥം.
ഫിദ്ദീൻ, ദീനിൻ്റെ കാര്യത്തിൽ, മതത്തിൻ്റെ വിഷയത്തിൽ. മതത്തിൽ എന്നാണ് ശരിക്കും അർത്ഥം. ഫി എന്ന് പറഞ്ഞാൽ ഇൽ, ഫിദ്ദീനി മതത്തിൽ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ കാര്യത്തിൽ. മതത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്തവരെ പറ്റി അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. അതുമാത്രമല്ല വ ലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും, വാവ് അത്തഫിൻ്റെ വാവാണ്. അതുമാത്രമല്ല ഇനി പറയുന്നതും എന്നർത്ഥത്തിൽ, എന്നർത്ഥത്തിൽ. ലം ഇല്ല, അത് നമുക്ക് അടുത്തതും കൂടെ പറഞ്ഞിട്ട് പറയാം. യുഖ്രിജൂക്കും, അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്കി, അത് മാദിയായ പദമാണ്. യുഖ്രിജു പുറത്താക്കും, പുറത്താക്കുന്നു. കുറേ പേരുണ്ടെങ്കിൽ യുഖ്രിജൂന, അവർ പുറത്താക്കും, അവർ പുറത്താക്കുന്നു. അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ ലം യുഖ്രിജൂന എന്ന് പറയില്ല, ലം യുഖ്രിജൂ എന്നാണ് പറയാം. അപ്പോൾ അർത്ഥം അവർ പുറത്താക്കിയിട്ടില്ല, അവർ പുറത്താക്കുന്നില്ല എന്നല്ല, അവർ പുറത്താക്കിയിട്ടില്ല എന്നാണ്. മുളാരിയായിട്ടുള്ള പദമാണ്, പക്ഷേ അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ മാലിയെ നിഷേധിക്കുന്ന രൂപത്തിലാണ് വരിക. അവർ പുറത്താക്കിയിട്ടില്ല. കും നിങ്ങളെ, അപ്പോൾ നിങ്ങളെ പുറത്താക്കുകയും ചെയ്യാത്ത എന്നുള്ള അർത്ഥം കിട്ടും വാവും കൂടെ ചേർത്ത് പറയുമ്പോൾ. വ ലം യുഖ്രിജൂക്കും, നിങ്ങളെ പുറത്താക്കുകയും ചെയ്യാത്ത, അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കുകയും ചെയ്തിട്ടില്ലാത്ത. അപ്പോൾ അല്ലസീന അങ്ങനെയുള്ളവരായ കൂട്ടർ. എന്താണ് ഈ അങ്ങനെയുള്ളവരായ കൂട്ടർ? ലം യുഖാത്തിലൂക്കും, നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്തവർ, ഫിദ്ദീനി മതത്തിൻ്റെ കാര്യത്തിൽ, വ ലം യുഖ്രിജൂക്കും, നിങ്ങളെ പുറത്താക്കുകയും ചെയ്യാത്തവരായ അത്തരം ആളുകൾ, അത്തരം ആളുകളുടെ കൂട്ടർ അല്ലെങ്കിൽ അത്തരക്കാർ. മിൻ ദിയാരിക്കും, എവിടുന്നാണ് പുറത്താക്കാത്തത്? മിൻ ദിയാരിക്കും, ദാർ എന്ന് പറഞ്ഞാൽ വീട്, ദിയാറ് വീടുകൾ, ദിയാറുക്കും നിങ്ങളുടെ വീടുകൾ. അതിൻ്റെ മുമ്പിൽ മിൻ വരുമ്പോൾ, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, മിൻ വരുമ്പോൾ ദിയാറു എന്ന് പറയില്ല, ദിയാരി എന്നാണ് പറയാം. മിൻ ഹർഫ് ജറാണ്. അപ്പോൾ മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന്. മിൻ വരുമ്പോൾ ഇൽ നിന്ന് എന്നുള്ള അർത്ഥം. വെറും ദിയാറുക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീടുകൾ, മിൻ വരുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന്. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യാത്ത അങ്ങനെയുള്ള ആളുകളെ പറ്റി അള്ളാഹു നിങ്ങളെ വിരോധിക്കുന്നില്ല, അള്ളാഹു നിങ്ങളോട് വിലക്കുന്നില്ല, വിരോധിക്കുന്നില്ല. എന്തിൻ്റെ കാര്യത്തിൽ വിരോധിക്കുന്നില്ല, എന്തിൻ്റെ കാര്യത്തിൽ വിലക്കുന്നില്ല? അൻ തബറൂഹും, ബർറ എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്തു, ബർറ. യബറു, തബറു എന്നൊക്കെ പറഞ്ഞാൽ പുണ്യം ചെയ്യും, പുണ്യം ചെയ്യുന്നു. യബറു എന്ന് പറഞ്ഞാൽ അവൻ പുണ്യം ചെയ്യും, അവൻ പുണ്യം ചെയ്യുന്നു. തബറു എന്നാണെങ്കിൽ നീ പുണ്യം ചെയ്യും, നീ പുണ്യം ചെയ്യുന്നു. തബറൂന, നിങ്ങൾ പുണ്യം ചെയ്യും, നിങ്ങൾ പുണ്യം ചെയ്യുന്നു. ഈ തബറൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ അൻ വരുമ്പോൾ, അൻ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ മുളാരിയായിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടും. അപ്പോൾ അൻ തബറൂന എന്നല്ല പറയാം, അൻ തബറൂ എന്നാ പറയാം. അൻ തബറൂ, പുണ്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കുന്നതിന്, നന്മ ചെയ്യുന്നതിന്. ഹും, അവർക്ക്. അൻ തബറൂഹും, അവർക്ക് നന്മ ചെയ്യുന്നതിനെ, അവർക്ക് ഗുണം ചെയ്യുന്നതിനെ, അവർക്ക് പുണ്യം ചെയ്യുന്നതിനെ, അതിനെ അള്ളാഹു വിലക്കുന്നില്ല, വിരോധിക്കുന്നില്ല എന്നർത്ഥം. പുണ്യം ചെയ്യൽ മാത്രമല്ല, വ തുഖ്സിത്തു ഇലൈഹിം, അഖ്സത്ത, അഖ്സത്ത എന്ന് പറഞ്ഞാൽ നീതിമുറ പാലിച്ചു എന്നാണ്. അതിൻ്റെ മുളാരി യൊഖ്സിത്തു, തുഖ്സിത്തു എന്നൊക്കെ. യൊഖ്സിത്തു എന്ന് പറയുമ്പോൾ അവൻ നീതിമുറ പാലിക്കുന്നു, അവൻ നീതിമുറ പാലിക്കും. തുഖ്സിത്തു ആകുമ്പോൾ നീ നീതിമുറ പാലിക്കും, നീ നീതിമുറ പാലിക്കുന്നു. അത് കുറേ പേരുണ്ടെങ്കിൽ തുഖ്സിത്തൂന, നിങ്ങൾ നീതിമുറ പാലിക്കും, നിങ്ങൾ നീതിമുറ പാലിക്കുന്നു. അതിൻ്റെ മുമ്പിൽ അൻ വരുമ്പോൾ അൻ തുഖ്സിത്തൂന പറയില്ല, അൻ തുഖ്സിത്തൂന പറയാം, അവസാനത്തെ നൂന് പോവും. അപ്പോൾ നിങ്ങൾ നീതിമുറ പാലിക്കുന്നതിനെ. പക്ഷേ ഇവിടെ അന്ന് വന്നിട്ടില്ല, ഒരു വാവാണ് വന്നത്. ആ വാവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൊട്ട് മുമ്പത്തെ ആ പദത്തിലേക്ക് ഇതിനെയും കൂടെ ചേർക്കണം. തൊട്ട് മുമ്പത്തെ പദം എന്താണ്? അൻ തബറൂഹും എന്നാണ്. ആ തബറൂഹും എന്നുള്ളതിൻ്റെ മുമ്പിലുള്ള അന്ന് ഇവിടേക്കും ബാധകമാണ് എന്നർത്ഥം. അപ്പോൾ അൻ തബറൂഹും വ അൻ തുഖ്സിത്തു എന്നാണ് ശരിക്ക്. അവിടെ ആ അന്ന് ഒഴിവാക്കിയത് വാവ് എഴുതുമ്പോൾ പിന്നെ ആ അന്നും കൂടെ ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ മതി. അല്ലെങ്കിൽ ആ അന്ന് ഇങ്ങോട്ടും ബാധകമാണ്. വ തുഖ്സിത്തു, അവിടെ അന്ന് മറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നീതിമുറ പാലിക്കുകയും ചെയ്യുന്നതിനെ. അൻ തബറൂഹും, അവർക്ക് നന്മ ചെയ്യുന്നതിനെ. വ തുഖ്സിത്തു, നീതിമുറ പാലിക്കുകയും ചെയ്യുന്നതിനെ. ഇലൈഹിം, അവരോട്. അപ്പോൾ അൻ തബറൂഹും, അവർക്ക് നന്മ ചെയ്യുന്നതിനെ. വ തുഖ്സിത്തു ഇലൈഹിം, അവരോട് നീതിമുറ പാലിക്കുകയും ചെയ്യുന്നതിനെ. ഇന്നല്ലാഹ, ഇന്ന നിശ്ചയമായും, തീർച്ചയായും. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു. യുഹിബ്ബു, അഹബ്ബ അവൻ ഇഷ്ടപ്പെട്ടു. യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു, അവൻ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു.
ആരെ? അൽ മുഖസിത്തീൻ. അഖ്സത്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ, നീതിമുറ പാലിച്ചു. അപ്പോൾ മുഖസിത്ത് എന്ന് പറഞ്ഞാൽ നീതിമുറ പാലിക്കുന്നവൻ. അതിൻ്റെ ബഹുവചനമാണ് മുഖസിത്തൂൻ, നീതിമുറ പാലിക്കുന്നവർ. അത് ഇവിടെ നസ്ബിൻ്റെ രൂപത്തിൽ വന്നപ്പോൾ മുഖസിത്തൂൻ എന്നെഴുതാതെ മുഖസിത്തീൻ എന്നായി. അപ്പോൾ അതേ അർത്ഥം തന്നെ, നീതിമുറ പാലിക്കുന്നവർ. അപ്പോൾ ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു, അൽ മുഖസിത്തീൻ, നീതിമുറ പാലിക്കുന്നവരെ. ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം, ലാ യൻഹാക്കുമുല്ലാഹു അനിൽ ലസീന ലം യുഖാതിലൂക്കും ഫിദ്ദീനി വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും. നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരും മതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരുമായ ആളുകളെപ്പറ്റി അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. എന്തിൻ്റെ കാര്യത്തിൽ വിരോധിക്കുന്നില്ല? എന്തിന് വിരോധിക്കുന്നില്ല? അൻ തബറൂഹും വ തുഖ്സിതൂ ഇലൈഹിം. അവർക്ക് നന്മ ചെയ്യുന്നതിനെ, അതുപോലെ തന്നെ അവരോട് നീതിമുറ പാലിക്കുന്നതിനെയും, ആ രണ്ടിനെയും അള്ളാഹു വിരോധിക്കുന്നില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിശ്ചയമായും അള്ളാഹു നീതിമുറ പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനാകുന്നു. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണം നോക്കാം. ഇവിടെ തൊട്ട് മുമ്പത്തെ ആയത്തുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷേ അത് കേൾക്കുന്ന സമയത്ത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ടൊക്കെ ആളുകൾ പറയും, അമുസ്ലിങ്ങളായ ആളുകളോടൊക്കെ അകലം പാലിച്ച് ജീവിക്കണം, ശത്രുത വെച്ച് പുലർത്തണം എന്നൊക്കെയാണ് ഖുർആനിലുള്ളത് എന്ന് പറയും. പക്ഷേ ഈ ഒരു ആയത്തിൽ, അതേപോലെ തൊട്ടടുത്ത ആയത്തിലും 9-ാമത്തെ ആയത്തിലുമൊക്കെ അള്ളാഹു കൃത്യമായി യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ കൃത്യമായിട്ട് അറിയിക്കുകയാണ് എന്താണ് ഇസ്ലാമിൻ്റെ മറ്റു മതക്കാരോടുള്ള സമീപനം. ലാ യൻഹാക്കുമുല്ലാഹു അനിൽ ലസീന ലം യുഖാതിലൂക്കും. നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്തവരോട്, അങ്ങനെയുള്ള ആളുകളുണ്ടാവും, അവരോട് അള്ളാഹു, അല്ലെങ്കിൽ അത്തരക്കാരെ പറ്റി അള്ളാഹു നിങ്ങളെ വിരോധിക്കുന്നില്ല. ഫിദ്ദീനി, മതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകളുണ്ടാവും, അവരെപ്പറ്റി അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല. വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരുമായിട്ടുള്ള അത്തരം ആളുകളുണ്ടാവും, അവരെപ്പറ്റി അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. എന്തിന്? അൻ തബറൂഹും വ തുഖ്സിതൂ ഇലൈഹിം. അവർക്ക് നന്മ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ അവരോട് നീതിപൂർവം പ്രവർത്തിക്കുന്നതിന്. അപ്പോൾ അവർക്ക് നീതി കൊടുക്കുന്നതിനും അവരോട് നന്മ ചെയ്യുന്നതിനും അള്ളാഹു ഒരിക്കലും നിങ്ങളെ വിരോധിക്കുന്നില്ല. അപ്പോൾ ആരോടാണ് അകലം പാലിക്കേണ്ടത്? ഇപ്പോൾ പല മതക്കാരും ജീവിക്കുന്നുണ്ടാവും. ആ മതക്കാരുടെ കൂട്ടത്തിൽ വളരെയധികം സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ അവരവരുടെ മതം അനുസരിച്ച് അങ്ങനെ ജീവിക്കുന്നു. ആരെയും ആക്രമിക്കാനോ അല്ലെങ്കിൽ ആരെയും അവരുടെ നിന്ന് പുറത്താക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. അവരവരുടേതായ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത്തരം ആളുകൾക്ക് നന്മ ചെയ്യണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അത്തരം ആളുകളോട് അവരിങ്ങോട്ട് കാണിക്കുന്ന സൗഹാർദ്ദത്തേക്കാൾ കൂടുതൽ സൗഹാർദ്ദം കാണിക്കുകയും എന്താണ് ഇസ്ലാം എന്നുള്ളത് അവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും അവരോട് ഏറ്റവും നല്ല നന്മ അങ്ങോട്ട് കാണിക്കുകയും ചെയ്യണം. ആ സൗഹാർദ്ദം ഏറ്റവും കൂടുതൽ പുലർത്തണം. എന്നാൽ നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും. ആ കൂട്ടത്തിൽ ചില ആളുകൾ, മറ്റു മതക്കാരായ ആളുകളിൽ മുസ്ലിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാൻ, അവരോട് യുദ്ധം ചെയ്യാൻ അങ്ങനെ വരുന്ന ആൾക്കാരോട് എന്താണ് സമീപനം എടുക്കേണ്ടത്? അവരോടും ഈ നേരത്തെ പറഞ്ഞ ആളുകളോടും എടുക്കുന്നത് ഒരേ സമീപനമാകാൻ പറ്റുമോ? അവരോടും വളരെയധികം സൗഹാർദ്ദത്തിൽ അവരെന്ത് ചെയ്താലും അതിനൊന്നും യാതൊന്നും പ്രതികരിക്കാതെ അവരോട് വളരെയധികം സ്നേഹത്തിൽ അങ്ങനെ കഴിയാനാണോ ഇസ്ലാം അല്ല. അങ്ങനെ വരുന്ന ആളുകൾ, നിങ്ങളോട് പോരാടാൻ വരുന്ന, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന, നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയ അത്തരം ആളുകൾ ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനിയും നിങ്ങളെ കണ്ടാൽ ആക്രമിക്കാൻ, ഇനിയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അത്തരം ആളുകളോടാണ് നിങ്ങൾ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കരുത്, അല്ലെങ്കിൽ അവരോട് എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയുന്ന ഒരു അടുപ്പം നിങ്ങൾക്ക് ഉണ്ടാവരുത്, അത്തരം വലിയ അടുപ്പങ്ങൾ അവരുമായിട്ടുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞത് അവരോട് മാത്രമാണ്, അല്ലാതെ എല്ലാവരോടുമല്ല. മാത്രമല്ല തുഖ്സിതൂ ഇലൈഹി എന്ന് പറയുമ്പോൾ ഒരു സംശയം ഉണ്ടാവാം. അവരോട് നന്മ ചെയ്യരുത്, അവർക്ക് ഗുണം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കരുത്, ചെയ്തു കൊടുത്താൽ അത് വെച്ചിട്ട് തിരിച്ചടിക്കും. അപ്പോൾ അവരോട് നീതിപൂർവ്വം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞാലോ? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ അവർക്ക് നീതി കൊടുക്കരുത് എന്നാണോ? അങ്ങനെയല്ല, ആ നീതിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് കൂട്ടരുണ്ടല്ലോ, അതായത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് വളരെയധികം സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ടാവും. അവരൊരിക്കലും ശത്രുക്കളല്ല, അവരൊരിക്കലും ആക്രമിക്കാൻ വരുന്നവരല്ല,
അവരൊരിക്കലും മുസ്ലിങ്ങളെ പുറത്താക്കാൻ വരുന്നവരല്ല. അത്തരം നല്ല ആളുകളുണ്ടാവും. അവരോടുള്ള ആ ഒരു നല്ല സമീപനം നമ്മൾ കൊടുക്കുമ്പോൾ അതാണ് നീതി. അവിടെയാണ് നമുക്ക് നീതി കാണിക്കുക എന്ന് പറയാൻ പറ്റുക. അതേസമയം അങ്ങനെയല്ലാതെ ആക്രമിക്കാൻ വരുന്ന ആളുകളോട് അകലം പാലിക്കണം. അപ്പോഴേ അത് നീതിയാവുള്ളൂ. സ്നേഹത്തോടു കൂടി നമ്മൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന് നമ്മളോട് സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ആളുകളോടും അതേപോലെ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ആളുകളോടും രണ്ടുപേരോടും ഒരേ സമീപനം ചെയ്യുന്നത് നീതിയല്ല. അപ്പോൾ വത്തുഖ്സിത്തു ഇലൈഹിം, അത്തരം നല്ല ആളുകൾക്ക് അവരോട് നീതി കാണിക്കണം എന്ന് പറഞ്ഞാൽ അവരോട് സ്നേഹത്തോടു കൂടി ജീവിക്കലാണ് അവിടെ നീതി. ആ നീതി നമ്മൾ കാണിക്കണം, അതാണ് അവിടെ നീതിയാവുക. അപ്പോൾ അവർക്ക് നന്മ ചെയ്യണം, അവരോട് സ്നേഹത്തോടു കൂടി ജീവിക്കുകയും വേണം. അപ്പോൾ അതാണ് അവിടെ നീതിയാവുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ, അങ്ങനെ നീതി കാണിക്കുന്നവരെയാണ് അള്ളാഹുക്ക് ഇഷ്ടം. അപ്പോൾ അവിശ്വാസികളാണ്, അവർ മറ്റു മതക്കാരാണ് എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. ആരും മറ്റു മതവിശ്വാസികളായതുകൊണ്ടല്ല അവരോട് അകലം പാലിക്കണമെന്ന് മുമ്പത്തെ ആയത്തുകളിൽ പറഞ്ഞത്. മറിച്ച് എന്തുകൊണ്ടാണ്? അവർ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നവരും നിങ്ങളെ പുറത്താക്കാൻ വന്നവരുമാണ്. മുമ്പ് നിങ്ങളെ പുറത്താക്കിയിട്ട് നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. അത്തരം ആളുകളോടാണ് അകലം പാലിക്കണമെന്ന് പറഞ്ഞത്. അല്ലാത്ത ആളുകളോട് ഏറ്റവും നല്ല സ്നേഹത്തോടു കൂടി ഏറ്റവും നല്ല പുണ്യം ചെയ്ത് അവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്ത് ആ തരത്തിൽ ജീവിക്കുകയാണ് വേണ്ടത്. അതാണ് നീതി. അങ്ങനെ നീതി കാണിക്കുന്നവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നീതി കാണിക്കുന്നവരെയാണ്. പലപ്പോഴും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ആയത്തുകളെ വെച്ച് പറയാറുണ്ട്, മറ്റുള്ള മതക്കാരോടൊക്കെ അകലം പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് അവരെ ശത്രുക്കളായി കണ്ടുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത് എന്ന് ഖുർആനിലുണ്ട്. അതിന് ശേഷമുള്ള ഈ ആയത്തും കൂടെ ചേർത്ത് മനസ്സിലാക്കണം. ആരോടാണ് എന്ന് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ അള്ളാഹു പറയാണ്. എല്ലാ അവിശ്വാസികളോടുമല്ല, എല്ലാ മുസ്ലിങ്ങളോടുമല്ല. മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വരികയും മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരികയും മുസ്ലിങ്ങളെ വീടുകളിൽ നിന്നും പുറത്താക്കുകയും ചെയ്ത അത്തരം ആളുകൾ വീണ്ടും അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത്തരം ആളുകളോടൊരു അകലം പാലിക്കണം. അത്തരം ആളുകളോട് എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയാൻ പാടില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ കൃത്യമായ നിലപാട്. ഇനി ഈ ഒരു ആയത്ത് ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് 4 ഭാര്യമാരാണ്. അതിൽ ഒരു ഭാര്യയുടെ പേര് ഖുത്തൈല എന്നാണ്. ഈ ഖുത്തൈല ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഖുത്തൈല എന്ന് പറയുന്ന ഭാര്യയുടെ മകളാണ് അസ്മാ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് ഒരു ഭാര്യയെ സ്വീകരിച്ചതിൻ്റെ പേരും ആ ഭാര്യയുടെ പേര് അസ്മാ റളിയല്ലാഹു അൻഹു ആണ്. ഇത് ആ കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്ന മകളാണ്, അത് അസ്മാ റളിയല്ലാഹു അൻഹു. ഈ അസ്മാ റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്. അങ്ങനെ ഹിജ്റ പോയ സമയത്ത് ഇവരൊക്കെ മദീനയിൽ, ഈ അസ്മാ റളിയല്ലാഹു അൻഹു മദീനയിലും, അതേസമയത്ത് മാതാവ്, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വാസിനി അല്ലാത്ത ആ ഭാര്യ ഖുത്തൈല, അവൾ മക്കയിലുമായി. പിന്നീട് ഹുദൈബിയ സന്ധിക്ക് ശേഷം ഈ മാതാവ് ഖുത്തൈല എന്ന് പറയുന്ന ഈ മാതാവ് മകളെ കാണാൻ വേണ്ടി മദീനയിലേക്ക് വന്നു. മദീനയിലേക്ക് വന്നപ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോവുക ചെയ്തത്. എന്നിട്ട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ മാതാവ് വന്നിട്ടുണ്ട്, എനിക്ക് അവരെ കാണാമോ, അവരോട് സംസാരിക്കാമോ, അവർ കൊണ്ടുവന്നിരിക്കുന്ന ഹദിയ സമ്മാനം അതെനിക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്, ഇതും ഇതിൻ്റെ തൊട്ടടുത്ത ആയത്തും ഇറങ്ങുന്നത് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. എന്തായാലും ആ സന്ദർഭത്തിലേക്ക് ഈ ഒരു ആയത്ത് കൃത്യമായ വെളിച്ചം വീശുന്നുണ്ട്. അതായത് നിങ്ങളെ പുറത്താക്കിയിട്ടില്ലാത്ത, നിങ്ങളെ ആക്രമിച്ചിട്ടില്ലാത്ത, നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലാത്ത അത്തരം ആളുകളോട് ഒരിക്കലും നിങ്ങൾ അവർക്ക് നന്മ ചെയ്യാതിരിക്കേണ്ട, അവർക്ക് നന്മ ചെയ്യണം. ഇപ്പോൾ എന്താണ് ഒരു മാതാവിന് ചെയ്തു കൊടുക്കേണ്ട, ഈ മകൾ ചെയ്തു കൊടുക്കേണ്ട നന്മ? അവരെ സ്വീകരിക്കണം. അവരെ അനുസരിക്കേണ്ടാത്ത വിഷയം എന്താണ്? അവരുടെ ആരാധനാ രീതികളിലാണ് വിശ്വാസം പാടില്ലാത്തത്. അതേസമയത്ത് അവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുക്കണം, അവരോട് സ്നേഹത്തോടു കൂടി വർത്തിക്കണം, അവരുടെ ഹദിയ സ്വീകരിക്കണം, ഏറ്റവും നല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും അവരോട് കഴിയണം. അപ്പോൾ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി. ആ സന്ദർഭവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ഇനി ആരെയാണ് ശരിക്കും ആ തരത്തിൽ നിങ്ങളോട് അടുപ്പം ഉണ്ടാവരുത്, അല്ലെങ്കിൽ നിങ്ങൾ അടുപ്പം കാണിക്കരുത്, അവരകന്ന് നിൽക്കണമെന്ന് പറഞ്ഞത് എന്നുള്ളത് അടുത്ത ആയത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യാതൊരു സംശയവും ഇല്ലാത്ത രൂപത്തിൽ അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ലാ യൻഹാക്കുമുല്ലാഹു, തുടക്കത്തിലുള്ള ലാമിനൊരു ഷദ്ദുണ്ട്. അത് ഈ ആയത്ത് ഇവിടെ മുതൽ പാരായണം ചെയ്തു പോകുന്നവർക്ക് ആ ഷദ്ദ് ബാധകമല്ല. അവരവിടെ ഷദ്ദില്ല എന്ന് വിചാരിച്ച് ലാ എന്നുള്ള രൂപത്തിൽ സാധാരണ പറയുന്ന പോലെ പറഞ്ഞാൽ മതി.
അതേസമയം തൊട്ട് മുമ്പത്തെ ആയത്തിൻ്റെ അവസാനം എന്തായിരുന്നു? അവിടെ ഗഫൂറുർ റഹീം എന്നാണ്. ആ റഹീമുൻ അവിടെ തൻവീനിലാണ് അവസാനിച്ചത്. അവിടെ പാരായണം നിർത്താതെ, ആ തൊട്ട് മുമ്പത്തെ ആ ആയത്ത് അവിടെ പാരായണം നിർത്താതെ ചേർത്തി ഓതുകയാണെങ്കിൽ റഹീമുല്ല, അപ്പോൾ അവിടെ റഹീമു എന്ന് പറഞ്ഞിട്ട് ലാമിന് ശബ്ദ കൊടുക്കണം. അവിടെ ഇദ്ഗാം ബിലാ ഗുന്ന, ഇദ്ഗാം ബി ഗൈരി ഗുന്ന എന്നുള്ള ആ നിയമം അവിടെ വരും. അപ്പോഴാണ് ലാമിന് ശബ്ദ വരുള്ളൂ. അപ്പോൾ തൊട്ട് മുമ്പത്തെ ആയത്തിൽ നിർത്താതെ ചേർത്തി ഓതുന്നവർക്കാണ് ഈ ലാമിൻ്റെ ശബ്ദ ബാധകമാവുള്ളൂ. ഈ ആയത്ത് ഇവിടെ മുതൽ പാരായണം ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഈ ശബ്ദ പറയേണ്ടതില്ല. ലാ യൻഹാക്കുമുല്ലാഹു. യൻഹ എന്നുള്ള സ്ഥലത്ത് ഹാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് കാണാം. ഹാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് കണ്ടാൽ ഇൽഹാറാണ് നിയമം, വെളിവാക്കണം. അങ്ങനെ വെളിവാക്കേണ്ട സന്ദർഭങ്ങളിൽ നൂനിന് ഒരു പുള്ളിക്ക് പുറമെ ആ ഒരു സുക്കൂനിൻ്റെ അടയാളം കൂടെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. എൻഹാക്കും എന്നാണ് ശരിക്കും അവിടെ. മീമിന് സുക്കൂനാണ് അവസാനത്തിൽ. പക്ഷേ അവിടെ ലമ്മ് കൊടുക്കാൻ എന്താ കാരണം? അവിടെ ആ മീമിന് സുക്കൂന് കൊടുത്താൽ എൻഹാക്കും എന്നെഴുതിയാൽ പിന്നെ അള്ളാഹു എന്നുള്ള ആ പദത്തിൽ തുടക്കത്തിലുള്ള ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ലാമാണ്. അവിടെ ശബ്ദുള്ള ലാമാണ്. അതിനെ പിരിച്ചെഴുതുമ്പോൾ സുക്കൂനുള്ള ലാമാണ് ആ തുടക്കത്തിൽ വരിക. അപ്പോൾ സുക്കൂനുള്ള ലാമ്, സുക്കൂനുള്ള മീമ്, രണ്ട് സുക്കൂനുള്ള അക്ഷരങ്ങൾ അടുത്തടുത്ത് വന്നു. എൻഹാക്കും എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള അക്ഷരത്തിന് സുക്കൂന്, അള്ളാഹു എന്നുള്ള ആ പദത്തിലെ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം അത് പിരിച്ചെഴുതി കഴിഞ്ഞാൽ, ഞാൻ ഈ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം എന്ന് പറയാൻ കാരണം അതിൻ്റെ മുമ്പിൽ ഒരു ഹംസത്ത് വസ്ൽ കാണാം. അത് ഉച്ചരിക്കാത്ത അക്ഷരമാണ്. ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ഷദ്ദുള്ള ലാമ. അതിന് പിരിച്ചെഴുതി കഴിഞ്ഞാൽ സുക്കൂനുള്ള ലാമ വരും. അപ്പോൾ രണ്ട് സുക്കൂനുള്ള അക്ഷരങ്ങൾ അടുത്തടുത്ത് വന്നു. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു പരിഹാരക്രിയ ചെയ്യണം. ഇവിടെ എൻഹാക്കും എന്നുള്ളിടത്ത് എൻഹാക്കുമു എന്നാക്കി. അങ്ങനെയാണ് മീമിന് ലമ്മ കിട്ടിയത്. ഇനി അനിൽ ലസീന എന്നുള്ള സ്ഥലത്തും അതുപോലെ തന്നെയാണ്. അൻ അല്ലസീന എന്നാണ്. അൻ എന്ന് പറയുമ്പോൾ നൂനിന് സുക്കൂന്. അല്ലസീനയുടെ തുടക്കത്തിൽ ലാമിന് ശബ്ദുള്ള ലാമാണ്. അതിനെ പിരിച്ചെഴുതിയാൽ സുക്കൂനുള്ള ലാമ് വരും. അപ്പോൾ അവിടെയും രണ്ട് സുക്കൂനുള്ള അക്ഷരങ്ങൾ അടുത്തടുത്ത് വന്നു. അത് പാടില്ല. അവിടെ അൻ എന്നുള്ളത് അനി എന്നാക്കി. അനിൽ ലസീന. ഇനി ഫിദ്ദീനി, അവിടെ ഫീ അദ്ദീനി എന്നാണ് ശരിക്ക്. ഫീ എന്നാണ്. പക്ഷേ ആ നീട്ടലിന് ശേഷം, ഫീ എന്നുള്ള നീട്ടലിന് ശേഷം അദ്ദീനി വരുമ്പോൾ നീട്ടലിന് ശേഷം ഹംസത്ത് വസ്ൽ വന്നു. നീട്ടലിന് ശേഷം ഹംസത്ത് വസ്ൽ ഉണ്ടെങ്കിൽ ആ നീട്ടൽ നഷ്ടപ്പെടും. ഫീ അദ്ദീനി എന്ന് പറയില്ല, ഫിദ്ദീനി എന്നേ പറയുള്ളൂ. വലം യൊഹരിജൂക്കും മിൻ, യൊഹരിജൂക്കും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ്, പിന്നെ മിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹർക്കത്തുള്ള മീമ്. ഹർക്കത്തുള്ള മീമിൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നാൽ രണ്ടും കൂടെ ചേർത്ത് ഷദ്ദുള്ള മീമായിട്ട് മണിച്ച് പറയണം. അപ്പോൾ യൊഹരിജൂക്കും മിൻ. മിൻ ദിയാരിക്കും എന്നുള്ളിടത്ത് ദാലിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക. അപ്പം മിൻ ദിയാരിക്കും. അൻ തബറു, അവിടെ താഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക. അൻ തബറു. അൻ തബറൂഹും വ തുഖ്സിതു, അവിടെ ഖാഫിന് സുക്കൂന് വന്നു. കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂന് വന്നാൽ എടുത്ത് പറയണം, ഗൗരവത്തിൽ പറയണം. ഖ് എന്നുള്ളത് പുറത്തേക്ക് കേൾക്കണം, വെളിവാക്കണം. തുഖ്സിതു എന്നുള്ളിടത്തൊരു മദ് വരുന്നു അവസാനത്തിൽ. ആ മദ്ദിന് ശേഷം ഹംസയാണ് വന്നത്. മദ്ദിന് ശേഷം ഹംസ വന്നാൽ അത് ഒരേ പദത്തിലാണോ വ്യത്യസ്ത പദത്തിലാണോ നോക്കണം. വ്യത്യസ്ത പദത്തിലാണെങ്കിൽ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അപ്പോൾ അവിടെ തുഖ്സിതു ഇലൈഹിം. ഇലൈഹിം എന്ന് കഴിഞ്ഞിട്ടൊരു ജീമ് കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. രണ്ടിനും ഒരേ പ്രാധാന്യം. ഇന്ന, നൂനിൻ്റെ ശബ്ദം മണിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ, അവിടെയും ഖാഫിന് സുക്കൂന് വന്നു. കൽക്കലത്തിൻ്റെ അക്ഷരം എടുത്ത് പറയാം. പിന്നെ അവസാനത്തെ നൂനിന് സുക്കൂനോടുകൂടി നിർത്തുക. അങ്ങനെ നിർത്തുമ്പോൾ തൊട്ട് മുമ്പത്തെ ആ തുയ് എന്നുള്ള നീട്ടൽ 6 അക്ഷരം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിലാണ്. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലസീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കുകയാണെങ്കിൽ ലാ യൻഹാകുമുല്ലാഹു, യൻഹാ എന്ന് പറഞ്ഞാൽ അർത്ഥം വിരോധിക്കുന്നു അല്ലെങ്കിൽ വിരോധിക്കുമെന്നാണല്ലോ. ആര് വിരോധിക്കും? അള്ളാഹു. അപ്പോൾ അത് ശരിക്കും ലഫ്ദുൽ ജലാല എന്നാണ് പറയുക. ഫായിലിൻ്റെ സ്ഥാനത്താണത്. അതുകൊണ്ടാണ് അതിന് റഫ് കിട്ടിയത്, അള്ളാഹു എന്നെഴുതിയത്. ഇനി ആരെ വിരോധിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ആരോട് വിരോധിക്കുന്നില്ല? നിങ്ങളോട്. അപ്പോൾ കും എന്നുള്ളത് ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ മഫ്ഊലും ബിഹിയാണ്, കർമ്മമാണ്. ഇനി അനിൽ ലസീന ലം യുഖാത്തിലൂക്കും, അവിടെ ലം യുഖാത്തിലൂക്കും എന്ന് വന്നപ്പോൾ ലം എന്നുള്ളത് മുലാരി ആയിട്ടുള്ളൊരു ക്രിയക്ക് മുമ്പ് വന്നാൽ ആ മുലാരി ആയിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും.
ഇപ്പോൾ ഖാത്തല യുഖാത്തിലു യുഖാത്തിലൂന, ഈ യുഖാത്തിലൂന എന്നുള്ളതിൻ്റെ മുമ്പിലാണ് ലം വന്നത്. സാധാരണഗതിയിൽ ജസ്മ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തിലൊരു സുക്കൂൻ ഇടുകയാണ് ചെയ്യുക. ഇപ്പോൾ യക്തുബു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം വന്നാൽ ലം യക്തുബ് എന്നാണ് ആവുക. അതേസമയം യുഖാത്തിലൂന അല്ലെങ്കിൽ യക്തുബൂന അങ്ങനെയൊക്കെയുള്ള പദങ്ങളുടെ മുമ്പിൽ ലം വരുമ്പോൾ ആ നൂന് പോവുക ചെയ്യുക. അപ്പോൾ യുഖാത്തിലൂന എന്നുള്ളതിന് ജസ്മ് കൊടുക്കുന്നത് നൂന് കളഞ്ഞിട്ടാണ്. ലം യുഖാത്തിലൂ എന്നായത് അതുകൊണ്ടാണ്. ഫിദ്ദീനി, ആ ദീൻ എന്നുള്ള പദത്തിന് മുമ്പിൽ ഫി വന്നപ്പോൾ ഫിദ്ദീനി അവസാനത്തിൽ കസ്ർ കിട്ടി അല്ലെങ്കിൽ ജറ് കൊടുത്തു. വലം യൊഹരിജൂക്കും, ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ യൊഹരിജൂന എന്നാണ് പദം. അതിൻ്റെ മുമ്പിൽ ലം വന്നപ്പോൾ ലം യൊഹരിജൂ എന്നായി, ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലം വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക. മിൻ ദിയാരിക്കും, ശരിക്ക് ദിയാറുക്കും എന്നാണ്. അവിടെ കും എന്നുള്ളത് മുലാഫിനിലേഹിയാണ്. കാരണം ദിയാർ എന്നുള്ളതിനെ കും എന്നുള്ളതിലേക്ക് ചേർത്തു. കും എന്നുള്ളത് മുലാഫിനിലേഹിയാണ്, ജറിൻ്റെ സ്ഥാനത്താണ്. ഇനി ദിയാറുക്കും എന്നുള്ളതിൻ്റെ മുമ്പിൽ മിൻ വന്നാൽ മിൻ ദിയാറു എന്ന് പറയില്ല, മിൻ ദിയാരി എന്നാണ് പറയാം. അങ്ങനെ പറയുമ്പോൾ ആ റാഇന് രി എന്നുള്ള ഉച്ചാരണം കൊടുക്കാനും ശ്രദ്ധിക്കുക. മിൻ ദിയാരിക്കും. അൻ തബറൂഹും, ഇവിടെയും ആ ലമ്മ് പറഞ്ഞ പോലെ തന്നെ തബറൂന എന്നാണ് ശരിക്കും അവിടെ. പക്ഷേ അൻ വന്നാൽ നെസ്ബാണ് കൊടുക്കുക. മുലാരിയായിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കൊടുക്കും. സാധാരണ നെസ്ബ് എന്ന് കേട്ടാൽ നമുക്ക് ഓർമ്മ വരിക ഫത്ത ഇടാനാണ്. ഇപ്പോൾ യക്തുബു തക്തുബു എന്നുള്ളതിൻ്റെ മുമ്പിലൊക്കെ അൻ വന്നാൽ അൻ യക്തുബ അൻ തക്തുബ എന്നാണ് വരിക. പക്ഷേ വാവും നൂനും വെച്ചിട്ട് അവസാനിപ്പിക്കുമ്പോൾ തബറൂന തക്തുബൂന എന്നൊക്കെ പറയുമ്പോൾ അൻ തക്തുബു അൻ തബറൂ, ആ നൂന് കളയും. അപ്പോൾ നേരത്തെ ലമ്മ് വന്നപ്പോൾ ജസ്മ് കിട്ടാൻ വേണ്ടിയിട്ട് നൂന് കളഞ്ഞു. നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള പദങ്ങൾക്ക് നൂന് കളയുകയാണ് ചെയ്യുക. അപ്പോൾ അൻ തബറൂ അവസാനത്തെ നൂന് പോകാൻ കാരണം അൻ വന്നതുകൊണ്ടാണ്. ഇനി തബറൂഹും എന്നെടുത്തു കഴിഞ്ഞാൽ അവിടെ ഫേലും ഫായിലും മഫൂലും ബിഹി ഉണ്ട്. തബറൂ എന്നുള്ളതിലെ ആ വാവിനെയാണ് നമ്മൾ ഫായിലായിട്ട് പറയാം. ആ വാവ് ഫായിലാണ്, റഫ്ഇൻ്റെ സ്ഥാനത്താണ്. ഫി മഹല്ലി റഫ്ഇ ഫായിലും എന്നാണ് പറയാം. അതേപോലെ ഹും എന്നുള്ളത് അത് നെസ്ബിൻ്റെ സ്ഥാനത്താണ്, മഫൂലും ബിഹിയാണ്. അത് മഫൂലും ബിഹി ഫി മഹല്ലി നെസ്ബി എന്ന് പറയും. നെസ്ബിൻ്റെ സ്ഥാനത്തുള്ള മഫൂലും ബിഹിയാണത്. കാരണം അതിനൊന്നും ഹും എന്നുള്ളതിന് ഹുമ എന്ന് എഴുതാനൊന്നും പറ്റില്ല. അത് മഫൂലും ബിഹിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ തുഖസിത്തു എന്നുള്ളിടത്ത് തുഖസിത്തൂന എന്നാണ് ശരിക്ക്. പക്ഷേ അതിൻ്റെ മുമ്പിൽ അൻ ഉണ്ട്. ആ അന്ന് അവിടെ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ഈ രണ്ട് ഫീലുകൾക്കും കൂടെ ഒരു അന്ന് തുടക്കത്തിൽ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ അൻ തബറൂഹും വ തുഖസിത്തു എന്ന് പറയുമ്പോൾ ആ വാവ് രണ്ടിനെയും കൂടെ ചേർക്കാനാണല്ലോ. അപ്പോൾ രണ്ടിനെയും കൂടെ ചേർത്തപ്പോൾ അന്ന് രണ്ടിനും കൂടെ ഉള്ള അന്നായിട്ട് മാറി. അപ്പോൾ തുഖസിത്തൂന എന്ന് പറയാൻ പറ്റില്ല, തുഖസിത്തു എന്ന് പറയും. ആ നൂന് പോകാൻ കാരണം ആ അന്ന് ഉള്ളതുകൊണ്ട്. അന്ന് രണ്ട് പേർക്കുള്ള അന്നാണ്. തബറൂന തുഖസിത്തൂന രണ്ടിനും ഉള്ള അന്നാണ്. അപ്പോൾ തബറൂ തുഖസിത്തു എന്നായി മാറി. ഇനി ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ എടുക്കുകയാണെങ്കിൽ ഇന്ന വന്നു കഴിഞ്ഞാൽ ഇന്നയ്ക്ക് ശേഷം ഇന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെ ഇന്നയുടെ ഇസ്മെന്ന് പറയും. അതിനൊരു വിവരണമുണ്ടെങ്കിൽ അതിന് ഇന്നയുടെ ഖബർ എന്ന് പറയും. ഇന്നയുടെ ഇസ്മിന് എപ്പോഴും നെസ്ബായിരിക്കും, സാധാരണ ഫത്ത് കൊണ്ട്. അതുകൊണ്ടാണ് ഇന്നല്ലാഹ. അപ്പോൾ ആ അള്ളാഹു എന്നുള്ള പദം ഇന്നയുടെ ഇസ്മാണ്. അതുകൊണ്ട് അതിന് അള്ളാഹ എന്ന് നെസ്ബുള്ള രൂപത്തിൽ ഫത്തുള്ള രൂപത്തിൽ എഴുതി. ഇനി എന്താണ് ഇന്നയുടെ ഖബർ? അതാ ഒന്നിച്ചുള്ള ഭാഗം യുഹിബ്ബുൽ മുഖ്സിത്തീൻ, അതാണ് ഖബറായിട്ട് വരിക. ഇനി യുഹിബ്ബുൽ മുഖ്സിത്തീൻ എടുക്കുകയാണെങ്കിൽ യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു. ആരെ എന്തിനെ? ആരെ എന്തിനെ എന്നുള്ളതിൻ്റെ മറുപടി അതാണ് ഒബ്ജക്റ്റായിട്ട് വരിക. അപ്പോൾ മുഖ്സിത്തൂൻ എന്നുള്ളത് ശരിക്കും അവിടെ ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർമ്മമാണ്, മഫ്ഊലും ബിഹിയാണ്. മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബാണ്. അപ്പോൾ മുഖ്സിത്തൂൻ എന്ന് എഴുതുമ്പോൾ അത് റഫ്ഇൻ്റെ രൂപ. അതിനെ നെസ്ബിലേക്ക് മാറ്റണമെങ്കിൽ മുഖ്സിത്തീൻ എന്ന് എഴുതണം. അപ്പോൾ ഈ മുഖ്സിത്തൂൻ എന്നുള്ള പദം നെസ്ബിൻ്റെ സ്ഥാനത്ത് മഫ്ഊലും ബിഹി ആയിട്ട് വന്നതുകൊണ്ടാണ് മുഖ്സിത്തീൻ എന്ന് മാറ്റി എഴുതിയത്. ഇനി അവിടെ ഫായിൽ പ്രവൃത്തി ചെയ്യുന്ന ആളാരാ? അതാ യുഹിബ്ബു എന്നുള്ളതിനെ പിരിച്ചെഴുതിയാൽ കിട്ടും. യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ അവൻ ഹുവ അത് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഫായിൽ അവിടെ ഒളിഞ്ഞു കിടക്കുകയാണ്. അവിടെ അള്ളാഹു എന്നുള്ള പദം തുടക്കത്തിൽ ആദ്യം വന്നിട്ടുണ്ട്, പക്ഷേ അതിനെ ഫായിലായിട്ട് കൂട്ടില്ല. ഫായിൽ എപ്പോഴും ഫേലിന് ശേഷമാണ് വരിക. അപ്പോൾ യുഹിബ്ബു എന്ന് പറയുമ്പോൾ അവൻ ഇഷ്ടപ്പെടുന്നു. ആ ഹുവ എന്ന് ഒളിഞ്ഞു കിടക്കുന്ന ഹുവയാണ് അവിടെ ഫായിൽ. മുഖസ്തീൻ എന്നുള്ള പദം മഫ്ഊലും ബിഹിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.